everyone. I am Harsha. I recently passed my New Zealand OSCE exam, so I would like to give a big gratitude to all the IVAS team members because എനിക്കൊരു ഒരു ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ റീസെറ്റ് ബാച്ചാണ്. അപ്പോൾ ഞാനൊരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് OSCE വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളും പിന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു തവണ OSCE അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പം മാഡത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് വീണ്ടും ഞാൻ കേട്ടു തുടങ്ങിയതും പിന്നെ അതിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷെ കൂടുതൽ കുറച്ചുകൂടെ എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയത് ഓഫ്ലൈൻ ക്ലാസ് കൂടിയാണ്. കാരണം ഓഫ്ലൈൻ ക്ലാസ്സിൽ 10 സ്റ്റേഷൻസ് ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറേഞ്ച് ചെയ്തത് ഡിഫറെൻറ്റ് റൂമിലും ആയിട്ടാണ്. അപ്പോൾ നമുക്കത് ഈ ഒരു മോക്ക് ടെസ്റ്റ് വരുന്ന സമയത്ത് അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം എങ്ങനെയാണോ നമ്മൾ ഒറിജിനൽ OSCE എക്സാം അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെയാണ് ആ റൂമിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം അവിടെയുള്ള ഇൻസ്ട്രക്ടേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പം അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുന്നത്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും എക്സാം എഴുതുന്നത്. അപ്പോൾ മറന്നു പോവുകയും ചെയ്തു. എനിക്ക് ആ ഒരു സ്പീഡും ആ ഒരു അപ്രോച്ച് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത്തും കോൺഫിഡൻസും എല്ലാം കുറഞ്ഞൊരു ടൈമായിരുന്നു. അപ്പം മാഡത്തിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം എനിക്കത് ഒരുപാട് ഹെൽപ്ഫുള്ളായി. പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്ന എല്ലാ അപ്കമിങ് OSCE കാൻഡിഡേറ്റ്സിനോട് എനിക്ക് പറയാനുള്ളത് IVAS ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ എവരിവൺ. അപ്പോൾ നിങ്ങളെല്ലാവരും IVASൽ ഓഫ്ലൈൻ ഓൺലൈൻ ആയാലും എന്തെടുത്താലും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയുന്നതാണ്.